സാർ, ഇത്തവണത്തെ അധ്യയന വർഷം ആരംഭിച്ചിട്ട് കഷ്ടിച്ച് 1 മാസമേ ആകുന്നുള്ളൂ. സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളൊരു ബഹളമാണ്. ആദ്യത്തെ 15 ദിവസം പാഠഭാഗങ്ങളൊന്നും പഠിപ്പിക്കരുത്, എങ്ങനെ പെരുമാറണം, നല്ല വ്യക്തിയായി മാറണം, അങ്ങനെ വ്യക്തിത്വ വികസനമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സൂംബ ഡാൻസ്, യോഗ ക്ലാസ്, അങ്ങനെ നിരവധി പരിപാടികളാണ്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മുട്ട ബിരിയാണി ഉൾപ്പെടെ ഭക്ഷണത്തിന് വലിയ വിഭവമായ മീൽസൊക്കെ നൽകണമെന്ന് പറയുന്നത്. ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തേണ്ട അധ്യാപകരാണ്, ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട അധ്യാപകരാണ്. അപ്പോൾ 6 രൂപ 40 പൈസയോ മറ്റുമാണ് ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത്. പക്ഷേ അവർ ബിരിയാണി ഉൾപ്പെടെ വെച്ച് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് അധ്യാപകരുടെ പൈസ ഇല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ വീടുകളിലൊക്കെ തന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. അവർ ഉദാരമായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ കൊട്ടാരക്കരയിലുള്ള ഒരു അധ്യാപിക വിളിച്ചിട്ട് ABC-യോട് പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ സർക്കാരിനോട് പറഞ്ഞിട്ട് കുറച്ച് സമയം ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സമയം കൂടെ അനുവദിച്ചു തരാൻ പറയണേന്ന്. അതായത് അധ്യാപകരുടെ ജോലി ഇപ്പം പഠിപ്പിക്കലല്ല. അധ്യാപികയ്ക്ക് അങ്ങനെ പറയേണ്ടി വരണമെങ്കിൽ എത്രയോ അധ്യാപികമാർ ഇത്തരമുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കില്ല. ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഠ്യേതരമായ വിഷയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ഇപ്പോൾ ജനകീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കിപ്പോഴുള്ളത് ജനകീയവൽകൃത വിദ്യാഭ്യാസമാണ്. ജനകീയവൽകൃതമായ വിദ്യാഭ്യാസം വന്നപ്പോഴെന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും ഒരു കുട്ടിക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും അക്ഷരങ്ങൾ കൃത്യമായി എഴുതാനും കഴിയാത്തൊരവസ്ഥ വന്നു ചേർന്ന്. അത് നമ്മുടെ ജനകീയവൽകൃത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ പറയണ അത് പാഠ്യവിഷയമാക്കി പഠിപ്പിക്കണം എന്നാണ് പറയണത്. ഉടനെ അത് പാഠ്യവിഷയമാക്കിയാണ്. ഈ പാഠ്യവിഷയമാക്കി കഴിഞ്ഞാൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, മിനിമം അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതെ, അത് ശാസ്ത്രമുണ്ട്, ഗണിതമുണ്ട്, സാമൂഹ്യശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, പൗരധർമ്മം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാഷ, ഈ വിജ്ഞാനങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും വേണം. അതിൻ്റെ എല്ലാത്തിനും കൂടി സമയം എത്ര മണിക്കൂറാണ് കൊടുക്കുന്നത്? രാവിലെ 10 മണി മുതൽ 4 മണി വരെ. 4 മണി വരെയാണ്. അതിൽ രണ്ട് ചെറിയ ഇൻ്റർവെല്ലും ഒരു വലിയ ഇൻ്റർവെൽ. അപ്പോൾ അത് രണ്ടിനും കൂടി പോയിട്ട് ബാക്കി സമയം കിട്ടണം. 11, 12, 1, 2, 3, 4 6 മണിക്കൂർ. അതിൽ 1.5 പോവുകയാണ്. അതെ, ബാക്കി സമയം കിട്ടണം. അതിനിടയിൽ ബാക്കി കിട്ടുന്ന സമയം, ഇപ്പോൾ ഇൻ്റർവെല്ലിന് പോയിട്ട് ഇവരോട് പഠിപ്പിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, പറ്റില്ല. ബാക്കി കിട്ടുന്ന സമയത്തിനുള്ളിലാണ് സൂംബ ഡാൻസിന് വേണ്ടി പോകണം, യോഗ പഠിപ്പിക്കാൻ വേണ്ടി പോകണം, വേറെ പിന്നെന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ടീച്ചർമാർ തന്നെ ചെയ്യണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതിന് ആവശ്യമായ പണം പിരിക്കാനും പിരിച്ച പണത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാനും അത് വെച്ച് ആഹാരം പാകം ചെയ്യാനും കൂടി അവർ പോകണം. ഇപ്പോൾ ഒരു പാചകക്കാരിയെ കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം കൂലി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. മിനിമം കൂലി 15,000 രൂപയാണ് ഒരു മാസം. അല്ലെങ്കിൽ ആരും വരില്ല. ഈ 15,000 രൂപ മിനിമം കൂലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കാശ് വേണ്ടേ? ഈ 6 രൂപ 80 പൈസ 40 പൈസ മറ്റൊരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അത് ആ പൈസ എപ്പോൾ കൊടുക്കുമെന്ന് സർക്കാർ പറയുന്നില്ല, എന്നേ പറയുള്ളൂ. അല്ലാതെ കൊടുക്കുകയില്ല. അത് ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ കാശ് കിട്ടണം എന്നുണ്ടെങ്കിലോ ബില്ലെഴുതി ട്രഷറി കൊടുത്ത് ഒരു 4 വട്ടം ഈ ബില്ല് ട്രഷറിയിൽ നിന്ന് മടക്കും. അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ പ്രധാനപ്പെട്ട ജോലി ഈ ശമ്പള ബില്ലും ബാക്കി ബില്ലുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി ട്രഷറിയിൽ പോയി ക്യൂ നിൽക്കലാണ്. കാരണം അവിടെ പോയി ഇത് ശരിയാക്കി ആ ഒബ്ജക്ഷൻ, ഈ ഒബ്ജക്ഷൻ. ട്രഷറിയിൽ കാശില്ലെങ്കിൽ അന്ന് ബില്ലൊക്കെ ഒബ്ജക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഈ ട്രഷറി ജീവനക്കാർ അത് ചെയ്യാം, അവർ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. അവരോട് അങ്ങനെയാണ് പറഞ്ഞേക്കണേ, ഇന്ന് ഇത്ര ബില്ല് ഒബ്ജക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പാവം അധ്യാപകൻ അതുമായിട്ട് വരും. പിന്നെ ഈ ഒബ്ജക്ഷൻ മുഴുവൻ റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് പഠിപ്പിക്കാനുള്ള സമയത്തിൽ നിന്ന് ഇത് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ലതാണ്, യോഗ നല്ലതാണ്, സൂംബ ഡാൻസ് നല്ലതാണ്. ഇതൊക്കെ കുട്ടികൾ പഠിക്കരുത് എന്ന് ഉള്ള ഒരു അഭിപ്രായവുമില്ല. പക്ഷേ ഒരു കാര്യം, പഠിക്കാനുള്ള മൊത്തം അധ്യയന സമയത്തിൻ്റെ എത്ര ശതമാനം ഇതിനൊക്കെ നീക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവപൂർവമായ ഒരു അസസ്മെൻ്റ് ഉണ്ടാകേണ്ടതുണ്ട്. അതെ, ഒരു വിലയിരുത്തൽ വേണം. എത്ര സമയം നമുക്ക് കൊടുക്കാൻ പറ്റും? ഇന്നിപ്പോൾ ആണെങ്കിൽ സൂംബ ഡാൻസ്
ഈ മതപരമായ കാര്യത്തിൻ്റെ പേരിൽ വിവാദങ്ങളൊക്കെ ഉണ്ട്. സാറേ, ഇപ്പം എൻ്റെ മകൾ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അവൾ ഒരു കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ്, അച്ഛാ ഞാനാണ് സൂംബ ഡാൻസ് കുട്ടികളെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചു, നിനക്ക് അതിനെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ ഇവൾ കുറച്ച് ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയി, അതുകൊണ്ട് ഇവളെ ലീഡറായിട്ട് എടുക്കുന്നു. ഇവൾ കുറേ പേരെ പഠിക്കും. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ പ്രാക്ടീസ്, അടുത്ത ദിവസം അതിൻ്റെ ഫൈനൽ പ്രാക്ടീസ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അത് അവതരിപ്പിക്കും. അപ്പോൾ 3 ദിവസമായി. ഈ 3 ദിവസം ഡാൻസ് കളിച്ച് ഞാൻ ക്ഷീണിതയായി. അപ്പോൾ എനിക്ക് ഹോംവർക്ക് എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ശരി, അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഈ മൊത്തം മാർഗ്ഗനിർദ്ദേശം നൽകേണ്ടത് ഇതേ ടീച്ചേഴ്സാണ്. യോഗയ്ക്ക് പുറത്തുനിന്ന് ഒരാൾ പഠിപ്പിക്കാൻ വരും, അവർ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നോക്കണമെങ്കിൽ ഇതേ ടീച്ചേഴ്സ് കൂടെ നിൽക്കണം. അപ്പോൾ ഇതിനെല്ലാം ഉള്ള സമയം കഴിഞ്ഞിട്ട് ഇവർ എപ്പോഴാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട്? അല്ല, അവർക്ക് സത്യസന്ധമായി പറയണമെങ്കിൽ അവർക്ക് പഠിപ്പിക്കുന്നതിനുള്ള സമയം വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഞാനൊക്കെ നമ്മളൊക്കെ പഠിച്ചവരാണല്ലോ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നുമില്ല, പഠിത്തമാണ്. ഈ സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അന്ന് പാഠപുസ്തകങ്ങളുണ്ട്, ആ പാഠപുസ്തകങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കും. അതിൽ ഈ 1 മുതൽ 4 വരെയൊക്കെയുള്ള പാഠപുസ്തകങ്ങൾ മിക്കവാറും എല്ലാം കാണാതെ തന്നെ നമുക്കറിയാൻ പറ്റും, ഗദ്യമായാലും പദ്യമായാലും അല്ല. അങ്ങനെയാണ് അന്നത്തെ ഒരു പഠന രീതി. അത് നല്ലതാണെന്നാണ് നമുക്കെന്ന് തോന്നിയത്. ഇപ്പോൾ പറയണത് അത് ശരിയല്ല എന്നാണ് പറയണത്. അത് മാറ്റിയിട്ട് കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കരുതെന്നാണ്. നിർബന്ധിക്കാതെ പിന്നെ എങ്ങനെ പഠിപ്പിക്കും? എല്ലാ കുട്ടികളും ഒരു സ്വന്തം താല്പര്യം കൊണ്ട് പഠിക്കാൻ വേണ്ടി വരില്ല. ഈ ഹൈസ്കൂൾ വരെ കൊടുക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ്. ആ അടിസ്ഥാന വിഷയങ്ങൾ എല്ലാവരും അറിയേണ്ട വിഷയങ്ങളാണ്. അതെ, ഗണിതം എല്ലാവരും അറിയണം, ഭാഷ എല്ലാവരും അറിയണം, ശാസ്ത്രം എല്ലാവരും അറിയണം, ഭൂമിശാസ്ത്രം എല്ലാവരും അറിയണം, ചരിത്രം എല്ലാവരും അറിയണം, പൗരധർമ്മം എല്ലാവരും അറിയണം. അങ്ങനെ എല്ലാവരും അറിയേണ്ട വിഷയങ്ങളുണ്ട് അതിനകത്ത്. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? ഇത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ഗൗരവമായി എടുത്ത് ഇത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതത്ര എളുപ്പമുള്ളൊരു പണിയല്ല. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന ആളാണ് സാറ്. സാറിന് അറിയാമല്ലോ, ഇങ്ങനെ പഠിച്ചു വരുന്ന ആ തലമുറയ്ക്ക് എന്തൊക്കെ വിഷയങ്ങൾ അറിയാം, എന്തൊക്കെ അറിയില്ലെന്ന്. പക്ഷേ ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് മലയാളം ഭാഷ പോലും കൃത്യമായിട്ട് എഴുതാനോ വായിക്കാനോ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഗുരുതരമായ പിഴവ് സംഭവിക്കുന്നു. വളരെ സിനോജി പറയുന്നത് വളരെ ശരിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സും കഴിഞ്ഞ് എല്ലാത്തിനും A+ കിട്ടിക്കഴിഞ്ഞാലും ഭാഷ മനസ്സിലാവുന്നില്ല. ഇല്ലേ, ചിലർ പറയാറില്ലേ, ഒരു സിനിമയിലൊരു കഥാപാത്രം ഇതുണ്ട്, ഞാൻ പഴയ 10ാം ക്ലാസ്സാന്ന് പറയുന്നുണ്ട്. അതെ, കൊളീഗ് എന്നല്ല, കൊല്ലീഗ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അവർ പറയും ഞാൻ പഴയ 10ാം ക്ലാസ്സാണെന്ന് പറയുന്നുണ്ട്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 10ാം ക്ലാസ് വരെ പഠിച്ചു വരുമ്പോഴേക്കും ഒരാൾക്ക് 3 ഭാഷകൾ എഴുതാനും വായിക്കാനും പറയാനും കഴിവുണ്ടായിരുന്നു. അത് മഹത്തായ കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതുണ്ടായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അന്നതുണ്ടായിരുന്നു. അതുപോലെ ഇംഗ്ലീഷൊക്കെ എന്ന് വെച്ചാൽ ഈ റെന്നാൻ മാർട്ടിൻ എന്ന് പറയുന്ന ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ പുസ്തകം 8, 9, 10 പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാകരണം അവിടെ വെച്ചാണ് ഉറച്ചു കിട്ടുന്നത്. ആ വ്യാകരണം മതി പിന്നീട് അങ്ങോട്ട് പോകാനായിട്ട്. പിന്നീട് FT വുഡിനെയും മാർട്ടിനെയും മൈക്കൽ സ്വാനെയൊക്കെ പിന്നീട് നമുക്ക് പഠിക്കേണ്ടി വരുമ്പോൾ, ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഭാഗമായി പഠിക്കേണ്ടി വരുമ്പോൾ, ഈ അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടല്ലോ നമുക്ക് കിട്ടിയേക്കണ, അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ആ അടിത്തറയില്ല. ഇന്നത് മാത്രവുമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ മാസ്റ്റർ ബിരുദം നേടുന്നൊരു വിദ്യാർത്ഥിക്ക് പോലും ഇംഗ്ലീഷ് വ്യാകരണം അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആരോപണമല്ല, വസ്തുതയാണ്. സാറ് പറയുന്നത് PhD നേടിയവർക്ക് പോലും കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നാണ്. ചില അധ്യാപകരോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എന്തിന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ മന്ത്രി പറയുന്നത്, മന്ത്രി പറഞ്ഞാൽ അത് പോയിക്കോട്ടെ, അബദ്ധം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. പക്ഷെ ആ തെറ്റിൻ്റെ അല്ല, ഞാൻ പറഞ്ഞതിൽ വ്യാകരണ തെറ്റില്ല എന്ന് പറയുമ്പോഴാണ് വ്യാകരണത്തെക്കുറിച്ചുള്ള മന്ത്രിയുടെ ഇംഗ്ലീഷ് അധ്യാപികയുടെ ധാരണ എന്ത് എന്ന് നമുക്ക് സംശയം വരുന്നത്. ഇംഗ്ലീഷ് ഒരാൾക്ക് അറിയില്ല എന്നുള്ളത് അയാളുടെ കുറ്റമല്ല. പക്ഷേ 10-20 വർഷം അല്ല, 27 കൊല്ലം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിന് ശേഷം ആ ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റാൻ പാടില്ല എന്നൊരു സമൂഹം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, വേറൊന്നും കൊണ്ടല്ല. കാരണം നമുക്ക് ഇംഗ്ലീഷിലൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടതാണ് ഇവരോട്. അതെ. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഭാഷാ വിദ്യാഭ്യാസം ഇപ്പം ഇല്ലാതെയായി. ഒന്നുമില്ല.
അതുകൊണ്ടാണല്ലോ മലയാളം എഴുതാനും ഇംഗ്ലീഷ് എഴുതാനും ബാക്കി എഴുതാനും വ്യാകരണം ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് കാര്യമായോ? വ്യാകരണം ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല സാറേ. ഗ്രാമർ നോ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അത് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും മാസ്റ്റർ ബിരുദം എടുത്ത ഒരാളോട് വ്യാകരണത്തെക്കുറിച്ച് ഒരു സംശയം ചോദിക്കണ്ടേ? പിന്നെ നമ്മൾ ആരോട് ചോദിക്കും? സാർ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്തിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരിക്കൽ ഇതേ കാര്യം പറഞ്ഞപ്പോൾ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുവായിട്ട് പറഞ്ഞപ്പോൾ, ഈ സർക്കാർ വലിയ തോതിൽ അയാളെ ആക്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറയാൻ പാടില്ല, ഓൾ പാസ് കൊടുക്കുന്നതിലൂടെ വലിയ വിപ്ലവമാണ് നടന്നത്. ഓൾ പാസ് ഞാൻ ചോദിക്കട്ടെ, പഠിക്കുന്നവനും പഠിക്കാത്തവനും പണ്ടുമുണ്ട്. ഞാനൊക്കെ SSLC പാസ്സാകുന്ന സമയത്ത് ഇന്നത്തെ രീതിയിലൊന്നുമല്ല. എല്ലാ വിഷയത്തിനും 35% കിട്ടണം, ഭാഷക്ക് 40% കിട്ടണം, എന്നാലേ പാസ്സാകുള്ളൂ. സെപ്പറേറ്റ് മിനിമം. ഓ, അതുകൊണ്ട് എല്ലാത്തിനും കൂടിയല്ല. ഇംഗ്ലീഷിന് 40% വേണം, ഫസ്റ്റ് പേപ്പറിനും വേണം, സെക്കൻഡ് പേപ്പറിനും വേണം. മലയാളത്തിന് 40% വേണം. ഹിന്ദിക്ക് പക്ഷേ 35 മതി. ബാക്കി സബ്ജക്റ്റിനൊക്കെ എല്ലാത്തിനും മിനിമം 35 കിട്ടണം. അപ്പോഴെന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയത്തിന് തോറ്റു എന്ന് വെക്ക് SSLCക്ക്, അടുത്ത പ്രാവശ്യം കോളേജിൽ പോകണം എന്നുണ്ടെങ്കിൽ എല്ലാ വിഷയവും രണ്ടാമത് എഴുതി കംപ്ലീറ്റ് വിഷയത്തിലും പാസ്സാകണം. കോളേജിലേക്ക് ചെല്ലുമ്പോഴൊരു പ്രശ്നമുണ്ട്. തോറ്റിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് മാർക്കിൽ നിന്ന് 10 മാർക്ക് കുറക്കും. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി 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 കൊണ്ടുവന്ന് എല്ലാവരെയും ഒരുമിപ്പിച്ച് പാസ്സാക്കൽ. മാത്രവുമല്ല, വേറൊരു കാര്യമില്ല ഇതിനകത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു കാര്യമുണ്ട്. SSLCക്ക് കുട്ടികൾ പഠിച്ച് പാസ്സാകുന്നു. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, സ്കൂൾ മാനേജ്മെൻറ്റ്, ഇത്രയും പേർക്കാണ് അതിനകത്ത് ബന്ധമുള്ളത്. അതെ, പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഉള്ളത്. പക്ഷേ ഈ റിസൾട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു കൊട്ടയിൽ നിറച്ച് ലഡുവുമായിട്ട് മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുകയാണ്. മന്ത്രിക്ക് എന്താ ഇതിനകത്ത് റോളുള്ളത്? മന്ത്രിക്ക് ഒരു റോളും ഇല്ല. പക്ഷെ തൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ചു എന്ന് വരുന്നത് തൻ്റെ മേന്മയാണെന്നൊരു മന്ത്രി ധരിച്ചാൽ എന്തു ചെയ്യും? മുൻപൊക്കെ ഇങ്ങനെ വെച്ചടി കയറിപ്പോകുന്ന ഒരു വിദ്യാഭ്യാസ നിലവാരം ഉണ്ടായിരുന്നില്ല. ചില വർഷം റിസൾട്ട് കൂടുതലായിരിക്കും, ചില വർഷം കുറവായിരിക്കും. ഇപ്പം അങ്ങനെയല്ല. 98-ൽ നിന്ന് 99-ലേക്ക്, 99-ൽ നിന്ന് 100-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഈ 100-ൽ 100 എന്ന് പറയുന്നതിൽ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ പറയുക. അതെ, കാരണം 100 മേനി വിളയിച്ചവർ എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ 100 മേനിക്ക് വേണ്ടിയിട്ട് ചില കൈക്രിയകൾ ചെയ്യുന്നുണ്ട്. അതെ, കാരണം എല്ലാവരും എല്ലാ വിഷയത്തിനും 100-ൽ 100 ആവശ്യമില്ലല്ലോ. അതെ, പക്ഷെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ മിനിമം ഉണ്ടായിരിക്കണം. അതെ, ആ മിനിമം ആയിരുന്നു ഈ 35. ആ മിനിമം കിട്ടുന്നവന് മിനിമം കാര്യങ്ങൾ അറിയാൻ പറ്റും. സാർ, ഇപ്പോഴും നമ്മുടെ വിഷയത്തിൽ നിന്ന് പറഞ്ഞത്, അതായത് നമ്മൾ പറയുന്നത് ഇപ്പോഴും ഇവർ ഈ പറയുന്ന സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, മറ്റ് യോഗാ ദിനം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ദിനം, അത്തരം കാര്യങ്ങളിൽ, സൂംബ ഡാൻസ് നടത്തുന്നതിൽ, ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്ന സമയം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, ഇത്തരം ഒരു വിലയിരുത്തൽ നടത്താൻ ഇപ്പോൾ മഞ്ജു സാമിനെ പോലെയുള്ള 100 കണക്കിന് അധ്യാപികമാരുടെ ആശങ്കകളായിരിക്കും. അതിനൊരു പരിഹാരം സർക്കാർ കാണുമെന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഒരു കാരണവശാലും കാണില്ല. കാരണം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, കാരണം കുട്ടികളെ മാക്സിമം സൂചിപ്പിക്കുകയാണ്. കുറച്ച് പഠിക്കുക, നിങ്ങൾ കഴിയുമെങ്കിൽ പഠിക്കാതിരിക്കുക എന്നാണ് പറയണത്. മന്ത്രി അത്രേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ളവരും അത്രയും പഠിച്ചാൽ മതി എന്നാണ്. അങ്ങനെയൊക്കെ പറയരുത്. ഇത് ഇപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല. നാട്ടിൽ നടന്ന് പണം പിരിക്കണം, റെസിപ്റ്റ് കൊണ്ടുപോയി പണം പിരിക്കണം. നാളെ ആരോപണവും വരും, ഇത് പൈസ വെട്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹെഡ്മാസ്റ്ററും ടീച്ചർമാരും കൂടി അവിടെ ഉള്ള പണക്കാരായിട്ടുള്ള കാശ് കൊടുക്കാൻ പറ്റവരുടെ വീട്ടിൽ കയറിയിട്ട് അരി മേടിച്ച്, പയറ് മേടിച്ച്, മറ്റത് മേടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് മന്ത്രി പ്രഖ്യാപിക്കുന്നത് അവർക്ക് ബിരിയാണി കൂടി കൊടുക്കണമെന്ന്. എന്താ ഈ സംഭവം? ഇതൊക്കെ നിങ്ങൾക്ക് ആജ്ഞാപിക്കാം.
ആജ്ഞാപിക്കുമ്പോൾ അത് നിർവഹിക്കാനുള്ള പണം കൂടി കൊടുത്തിട്ട് ആജ്ഞാപിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് അധ്യാപകരെ തെണ്ടാൻ പറഞ്ഞു വിട്ടിട്ട് ആ തെണ്ടി കൊണ്ടുവരുന്ന പണം കൊണ്ട് അവരിത് നടത്തട്ടെ എന്ന് പറയുന്നത് അമാന്യമായൊരു പരിപാടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.